വാം ഗുഡ് ഈവനിങ് ടു എവറി വൺ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നമ്മൾ ഈ ആഴ്ച മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം വെൽത്തുമായി ബന്ധപ്പെട്ടതാണ്, മണി ആയി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എന്ന് പറയുന്ന എൻ്റെ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. മനസ്സ് ഒരു വിസ്മയം എന്ന പുസ്തകത്തിൽ ഞാൻ 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രധാനമായും 5 കാര്യങ്ങൾ. ഇനി അതിന്റെ അടുത്ത എഡിഷൻ വരുമ്പോൾ അത് കൂടുതൽ ഈ 5 കാര്യങ്ങൾ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയും. അതിൽ ഒരു 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് വെൽത്ത് എന്ന് പറയുന്ന സാധനം. വെൽത്ത്, എന്തൊക്കെ ടൈപ്പ് വെൽത്ത് ഉണ്ടെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. സാമ്പത്തിക സമ്പത്ത്, അതായത് പണം എന്ന് പറയുന്ന വെൽത്ത് ഉണ്ട്. സാമൂഹിക സമ്പത്ത് എന്ന് പറയുന്ന വെൽത്ത് ഉണ്ട്, അതായത് പദവികൾ എന്ന് പറയുന്ന വെൽത്ത് ഉണ്ട്. ആരോഗ്യം എന്ന് പറയുന്ന വെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഈസ് എ വെൽത്ത് എന്ന് പറയുന്നത്. മാനസിക സമ്പത്ത്, അതായത് മെന്റൽ ഹെൽത്ത്, അതും മെന്റൽ വെൽത്തായി നമ്മൾ എടുക്കണം, കാരണം അത് വലിയൊരു സംഭവമാണ്. ആത്മീയ സമ്പത്ത് എന്ന് പറയുന്നതും വലിയ ഘടകമാണ്. കാരണം അങ്ങനെ നമ്മുടെ വെൽത്തിനെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങള് റിച്ചാർഡ് ടംബ്ലറിന്റെ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം, പറ്റും. ദ റൂൾസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന 100 കാര്യങ്ങൾ, വെൽത്തുമായി ബന്ധപ്പെട്ട് വെൽത്തിന് ശ്രദ്ധിക്കേണ്ട 100 കാര്യങ്ങളെ പറ്റി റിച്ചാർഡ് ടംബ്ലർ പറയുന്ന ഒരു ബുക്കുണ്ട്. ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നു. പക്ഷെ ഒന്നാമതായി പുള്ളി പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചത്. ആരുടെ കയ്യിലാണ് മണി ഉള്ളത്? എല്ലാവരുടെ കയ്യിലും മണി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും മടിയാണ് പറയാൻ. അതിന്റെ അർത്ഥം എനിബഡി ക്യാൻ മേക്ക് മണി എന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സെലക്റ്റീവ് ആൻഡ് ഓർ ഡിസ്ക്രിമിനേറ്ററി എന്നാണ് അദ്ദേഹം പറയുന്ന റൂൾ നമ്പർ 1. അതായത് അദ്ദേഹം പറയുന്നത് ഇത്രയാണ്: എനിബഡി ക്യാൻ മേക്ക് മണി. കാരണം അതിലൊരു ഡിഫറൻസും ഇല്ല, എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ എവറി ടോം ആൻഡ് ഡിക്ക് ആൻഡ് ഹരി ക്യാൻ മേക്ക് മണി. ഇത് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തിനെ പറ്റി സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർക്കൊക്കെ റെഫറൻസ് ആയ ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ആ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകമാണ് മണി. എന്താണ് അതിന്റെ പേര് മറന്നുപോയി പെട്ടെന്ന്. അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം മണി ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ് എന്നാണ്. മണി ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. അതായത് ഹാപ്പിനെസ് ഉള്ള ഒരാൾക്ക് മാത്രമേ മണി അനുഭവിക്കാൻ സാധിക്കുള്ളൂ, സമ്പത്ത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തൊരാൾക്ക് സമ്പത്ത് അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം ഇന്നലെ മുഴുനീളം അത് തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആ മനോഭാവം, ശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ യോഗ്യതയുണ്ടെന്ന് ഉറപ്പിക്കലൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജേർണി ടു ഹാപ്പിനെസ്, നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ മണിക്ക് പ്രാധാന്യം കൊടുക്കുന്നതും. മണി ഇല്ലാതെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. സന്തോഷവും മണിയും പരസ്പര പൂരകങ്ങളാണ്. മണിയുള്ള ഒരാൾക്ക് സന്തോഷമില്ലെങ്കിൽ അർത്ഥമില്ല. സന്തോഷമുള്ള ഒരാൾക്ക് മാത്രമേ മണി നേടാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് മാത്രമാണ് ശരിയായ സമ്പത്ത് എന്ന് പറയുന്നത്. സന്തോഷത്തിലൂടെ നേടുന്ന സമ്പത്ത് മാത്രമേ നമുക്ക് അതൊരു വെൽത്ത് എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രം അത് വെൽത്തായി മാറുന്നത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ബിലീവ് യു ആർ വർത്തി ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിന് യോഗ്യനാണ് എന്ന് വിശ്വസിക്കണം. സന്തോഷത്തിന് യോഗ്യനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ സന്തോഷത്തിന്റെ ഫണ്ടമെന്റലാണ് മണി എന്ന് പറയും, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യോഗ്യനാവുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം പ്രധാനമായിട്ടും ഇപ്പോഴുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ ലീവ് അറ്റ് പ്രസന്റ് എന്നുള്ളതാണ്. ലീവ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയുമ്പോൾ വളരെ എളുപ്പമാണ് അല്ലെ. ആർക്കെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇന്നലെകളെയും
നാളുകളെയും മറന്നുകൊണ്ട് ഇപ്പോഴൊന്നിരിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തോട്ടം മുഴുവൻ എവിടെയാണെന്നറിയോ? നാളെ കൊടുക്കാനുള്ള കാശിന്റെയും കിട്ടാനുള്ളതിന്റെയും അല്ലെങ്കിൽ ചെയ്യാനുള്ള പ്രവൃത്തിയും നാളെ രാവിലെ കിച്ചണിൽ ഇരുന്നിട്ട് എന്ത് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയും അങ്ങനെയൊക്കെ മാറ്റം. ഇന്ന് നേരത്തെ പറഞ്ഞ അയൽവാസി പറഞ്ഞ പരദൂഷണത്തിന്റെ കഥയും അല്ലെങ്കിൽ കണ്ട ഏതെങ്കിലും റീൽസിലെ കഥയും ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ഒരു സൈഡിൽ കേൾക്കുന്നുണ്ട് നിങ്ങൾ, പക്ഷെ കേൾക്കുമ്പോഴും മറ്റൊരു ചിന്ത അതാണ്. ഇതാണ് ലീവ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത്. ലീവ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത് ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആണ് കേൾക്കുമ്പോൾ, പക്ഷെ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ രണ്ട് ബുദ്ധികളും, മനോബുദ്ധി അഹങ്കാര ചിത്താനി എന്ന് പറയുന്ന പോലെ മനവും ബുദ്ധിയും രണ്ടും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നതാണ് എന്താണ് ലീവ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ലീവ് അറ്റ് പ്രസന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇന്ന് ജീവിക്കുക എന്നതല്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഷെയ്ഖ് ആലോചിക്കുന്നത്, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത് നാളത്തെ കാര്യമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ നാളത്തെ ക്ലാസ്സിന്റെ കാര്യവും അല്ലെങ്കിൽ നാളത്തെ എൻ്റെ ഓഫീസ് ചെയ്യേണ്ട കാര്യങ്ങളും ആലോചിക്കുന്നത്. അതാണ് എൻ്റെ ബുദ്ധി. എൻ്റെ ബുദ്ധി പോകുന്നത് അവിടെയാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പലതും ഇവിടെ പറയുന്നു, നിങ്ങളോട് പറയുന്നു, അപ്പോഴും പക്ഷെ എൻ്റെ ബുദ്ധി പോകുന്ന മറ്റൊരു സ്ഥലത്താണ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. രണ്ടായി പോവാതെ രണ്ടും ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കുക എന്നതാണ് ലീവ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന കാര്യം. ഇപ്പോഴുള്ള അവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുമ്പോൾ, ഫോക്കസ് അറ്റ് പ്രസന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കാന്നറിയോ? അവിടെയാണ് നമുക്ക് പുഞ്ചിരി വരിക. എന്തുകൊണ്ടാണ് പുഞ്ചിരി വരുന്നത് അറിയോ? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നല്ല നല്ല കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും, നല്ല നല്ല അവസ്ഥകളെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ടെൻഷൻ ഇല്ല നമുക്ക്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, സംതൃപ്തിയായി, സമാധാനമായി. അവിടെയാണ് നമ്മൾ കൃതജ്ഞതയും സമൃദ്ധിയും അനുഭവിക്കുക. കൃതജ്ഞയും സമൃദ്ധിയും അനുഭവിക്കാന്ന്. സമൃദ്ധിയെ പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞു. എന്താണ് സമൃദ്ധി? സമൃദ്ധി എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വികാരമാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം എനിക്കുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് സമൃദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ കൃതജ്ഞതയും സമൃദ്ധിയും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ, ഉള്ളതിന് നന്ദി പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ എത്തിക്കഴിഞ്ഞ് ഞങ്ങളുടെ വൈകുന്നേരം പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, എനിക്ക് 2 മിനിറ്റും കൂടി തരണം എന്ന്. 2 മിനിറ്റും കൂടി എതിരെ എഴുന്നേൽക്കും. എന്താ ചോദിച്ചു? അല്ല, എനിക്ക് ഇന്ന് കുറെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് വരട്ടെ ഞാൻ. അത് ശരിയാണ്, നല്ലോണം സന്തോഷം, പറഞ്ഞു വരട്ടെ. അപ്പം ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥനയോട്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ സ്ഥിരമായി പഠിപ്പിക്കുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ വന്നവർക്കറിയാം, ജേർണി ടു ഹാപ്പിനെസ് വന്നവർക്കറിയാം, പ്രാർത്ഥനയെ മുഴുവൻ മാറ്റുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ പോയിട്ട് എല്ലാവരും ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. എന്താണ്? ദൈവമേ, എനിക്ക് നല്ലത് വരണേ, എനിക്ക് എന്നും നല്ലത് മാത്രം ഉണ്ടാവണേ, അവൻ എന്നെ പറഞ്ഞത് ശരിയല്ല എന്നെങ്കിലും അവനെ എന്നെ കഷ്ടത്തിലാക്കാതെ എന്നെ നല്ലതിൽ വരുത്തണേ, എനിക്കൊരു അസുഖവും ഇല്ലാതെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക? അല്ല, നിങ്ങൾ വ്യത്യസ്തരാണ്. ഞാൻ പറഞ്ഞത് പൊതുവെ പ്രാർത്ഥിക്കുക എങ്ങനെയാണ്. പക്ഷേ പ്രാർത്ഥന അതല്ല. നമ്മൾക്ക് കിട്ടിയതിന് നന്ദി പറഞ്ഞിട്ട് വേണ്ടതിന് ചോദിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമല്ല നമ്മൾ ചെയ്യുന്നത്. ചോദിക്കുന്നുമില്ല, കിട്ടിയ നന്ദി പറയുന്നുമില്ല. പ്രാർത്ഥന ഇത് മാത്രമാണ് പ്രാർത്ഥന. അത് ഞാൻ വളരെ കൃത്യമായി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം, എങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയെ മാറ്റണം. അപ്പോൾ കൃതജ്ഞത എന്ന് പറയുന്നത്, ഇപ്പോഴുള്ളതിൽ കൃതജ്ഞത നമ്മൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് സമൃദ്ധി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും സമൃദ്ധി തേടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. കഴിഞ്ഞ പറയുന്നത് ഋത്തിക് റോഷന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയാണ്, ഞാൻ ആദ്യം ഈ ഹാപ്പിനെസ് എവിടെ കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന സാധനമല്ല, അത് ഇതിനെ നമ്മൾ അനുഭവിക്കേണ്ട സാധനമാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ എന്നുള്ളത്. എന്നിട്ട് പുള്ളി പറയുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, കാരണം അനുഭവിക്കുന്നവനെ അത് മനസ്സിലാവുള്ളൂ, പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇപ്പൊ എന്റെ സന്തോഷം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ച് എന്നോട് പറയാൻ പറഞ്ഞാൽ എനിക്ക് എത്ര കാര്യം പറയാൻ പറ്റും? എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതായിരിക്കില്ല എൻ്റെ അനുഭൂതി എന്ന് പറയുന്നത്. അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ സമൃദ്ധി അതുപോലെ തന്നെ. സമൃദ്ധമാണോ നിങ്ങൾ? സമൃദ്ധമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയാ അതിനർത്ഥം? എന്ത്, ചോറുണ്ടോ, കറിയുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് പൈസ ഉണ്ടോ, ബംഗ്ലാവ് ഉണ്ടോ? ഇതൊന്നും
ഇതൊന്നും ആയിരിക്കണമെന്നില്ല സമൃദ്ധി എന്ന് പറയുന്നത്. സമൃദ്ധി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന അനുഭവമാണ്. അവിടെ ഉള്ളതിൽ കിട്ടിയതിനെ പറ്റി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഉള്ള മണി, ഇപ്പോൾ ഒരു നിമിഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം സമൃദ്ധി നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ച് എനിക്ക് അള്ളാഹുവിനോടും അല്ലെങ്കിൽ പടച്ച തമ്പുരാനോടും ഈശോമിശായിയോടും ദൈവത്തോടും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ഇത്രയും നല്ല ജീവിതവും എല്ലാ സൗകര്യങ്ങളും നൽകിയ ദൈവത്തിന് നന്ദി തുടങ്ങി. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കണ്ണടച്ചിരുന്ന് എല്ലാവരും കണ്ണടച്ചിരിക്കുക, ഏകാഗ്രമായിരിക്കുക. കണ്ണടച്ച് ഏകാഗ്രമായി ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഇങ്ങനെ വിടരുകയാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് സമൃദ്ധമായ ഒരവസ്ഥയാണ്, സന്തോഷത്തിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വിഷമതകളും ഇപ്പോൾ ഇല്ല. അതെല്ലാം വിഷമതകളൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരം ശാരീരിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ കഴിഞ്ഞതിനെ പറ്റി ഓർക്കാൻ ഞാനില്ല. കഴിഞ്ഞതിനെ ഓർക്കുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞതിനെ ഓർക്കുന്നില്ല. ഞാൻ അവിടെ വെച്ചു, ആ ഭാണ്ഡക്കെട്ട് ഞാൻ ഇറക്കി വെച്ചു. ഇനി നാളത്തെ പറ്റിയുള്ള ഭാണ്ഡക്കെട്ടും ഞാൻ ഇറക്കി വെച്ചു. കാരണം നാളത്തെ കാര്യം നാളെയാണ്. ഇന്നിപ്പോൾ ഞാൻ അനുഭവിക്കട്ടെ ഒന്ന്, അല്ലേ? ഇന്നിപ്പോൾ ഞാനൊന്ന് അനുഭവിക്കട്ടെ. ഇപ്പോൾ കണ്ണടച്ചിരുന്നു, ചുണ്ടിൽ ചെറു പുഞ്ചിരി വരുത്തി, വരാത്തവർ വരുത്തുക. വരട്ടെ, ചിരിക്കട്ടെ. പുഞ്ചിരി ഒന്ന് വന്നു. ആഹാ, എത്ര മനോഹരമാണ് ഈ ലോകം. മനോഹരമായ ലോകത്തെ പറ്റിയിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇപ്പോഴെന്റെ മുമ്പിൽ എല്ലാം സമൃദ്ധമായി ഉണ്ട്. എൻ്റെ മൊബൈൽ ഫോൺ ഉണ്ട്, ഡാറ്റയുണ്ട്, എനിക്ക് സാറ് പറയുന്നത് കേൾക്കാൻ പറ്റും, കേൾക്കാനുള്ള കാതുണ്ട്, അതുപോലെ തന്നെ കാണാനുള്ള കണ്ണുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറയുന്ന സാറ് പറയുന്നത് കേൾക്കാനുള്ള അനുഭൂതി, കേട്ട് അനുഭൂതിപ്പെടാനുള്ള വികാരമുണ്ട്, അതിനനുസരിച്ച് ചിന്തിക്കാനുള്ള ചിന്താശക്തിയുണ്ട്, എനിക്ക് ശാരീരിക സുഖമുണ്ട്, മാനസിക സൗഖ്യമുണ്ട്. എല്ലാം ഞാൻ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഇത്രയും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് അറിയുക, നിങ്ങളുടെ ആ ജീവിതമാകുന്ന ആ ഒരു കുടം, ജീവിതത്തെ നമ്മളൊരു രീതിയിൽ അനുഭവിക്കുമ്പോൾ അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ തോന്നുന്നത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ചുണ്ടുകൾ വീണ്ടും പുഞ്ചിരി വിടരുകയാണ്. ഇനി നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ എല്ലാമായ പടച്ച എല്ലാമായ എൻ്റെ പ്രകൃതി സത്യമേ, ദൈവമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ദൈവമാണോ, ഏത് ദൈവത്തെ വിളിച്ചാലും ഒന്ന് തന്നെയാണ്. പ്രപഞ്ച സത്യമേ, എൻ്റെ അള്ളാഹുവേ, എൻ്റെ ഈശോമിശായെ, എൻ്റെ ഭഗവാനെ, എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം നൽകിയതിന്, എല്ലാ സമ്പൽ സമൃദ്ധിയോടുകൂടി സമൃദ്ധമായ കാശും ആരോഗ്യവും ബന്ധങ്ങളും എല്ലാ രീതിയിലുള്ള എല്ലാ സൗഖ്യങ്ങളും നൽകി എനിക്ക് നല്ലൊരു ജീവിതം നൽകിയതിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുഞ്ചിരിച്ച് ഒപ്പുകയോടെ നിൽക്കുകയാണ്. ഇത്ര മനോഹരമാണ് ഈ ജീവിതം എനിക്ക് നൽകിയത്. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്ന് അങ്ങ് പഠിപ്പിച്ച പോലെ തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ എത്ര സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര സന്തോഷവാനാണ് ഞാൻ. ഇനിയും വരും കാലങ്ങളിൽ ഓരോ ദിവസവും എനിക്ക് ഇതുപോലെ താങ്കളുടെ മുന്നിൽ വന്ന് അനുഭൂതി അറിയിക്കാനും കൂടുതൽ ദിവസങ്ങൾ കൂടുതൽ അനുഭവങ്ങൾ നൽകാനും എന്നെ കാക്കുമാറാവണേ. ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ ജീവിതം അനുഭവിച്ചു പോകുന്നു. സമ്പൽ സമൃദ്ധിയോടുകൂടി, ആയുരാരോഗ്യത്തോടു കൂടി, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ഞാൻ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഞാൻ ഇച്ഛിച്ച രീതിയിൽ അങ്ങയുടെ കൽപ്പനയാൽ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഏറെ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് നന്നായി പുഞ്ചിരിക്കാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ച ആ എല്ലാമായ പ്രപഞ്ച സത്യത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഞാനാക്കി നിലനിർത്തുന്ന പ്രപഞ്ച സത്യത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ, എന്നിൽ എല്ലാ കഴിവുകളും നൽകാൻ, എന്നെ പ്രാപ്തനാക്കാൻ, എന്നെ പ്രയത്നിക്കാൻ പ്രാപ്തനാക്കാനുള്ള, എൻ്റെ ഓജസ്സും തേജസ്സും എന്നിൽ നിലനിർത്താനുള്ള എല്ലാ കടമയും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തഥാസ്തു. വീണ്ടും
നിങ്ങളുടെ മുഖം നല്ല പുഞ്ചിരിയാൽ വിടരുകയാണ്. കണ്ണടച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുന്ന പോലെ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ചിരിച്ച് പുഞ്ചിരിച്ച്. ആഹാ, മനോഹരമാണ് എൻ്റെ മുഖം, മനോഹരമാണ് എൻ്റെ ശരീരം. സമ്പൽ സമൃദ്ധിയാൽ ഞാൻ നീരാടുകയാണ്. ആവശ്യാനുസരണം എല്ലാ പണവും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് എപ്പോഴാണോ പണത്തിന്റെ ആവശ്യം ഉണ്ടാവുന്നത്, ആ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഞാൻ പണത്തിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. ഞാൻ എന്നും പണത്തിനോട് നന്ദിയുള്ളവനാണ്. അതിനെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു. ആ സ്നേഹമുള്ളിടത്ത് മാത്രമേ അവൻ എത്തുകയുള്ളൂ എന്നറിവുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നതും അവൻ്റെ കൂടെ ഓടിച്ചാടി നടക്കുന്നതും, എനിക്ക് വേണ്ടി പണം പോയി പണിയെടുത്ത് ആവശ്യമുള്ള ആൾക്കാരെ, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി എൻ്റെ അടുത്തേക്ക് കൂടുതൽ വരുന്നതും ഞാനത് ആ കൺമുൻപിൽ കാണുന്നു. മനോഹരമായ എൻ്റെ ജീവിതത്തിലേക്ക് പണത്തിന് അതിമനോഹരമായി തന്നെ പണം ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പൽ സമൃദ്ധി എൻ്റെ ജന്മാവകാശമാണ്. അത് എന്നിലേക്ക് എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ അടുത്തു വരുന്നു. വീണ്ടും നിങ്ങളുടെ പുഞ്ചിരി ഒന്നുകൂടി ആസ്വദിക്കുക. പുഞ്ചിരിച്ച മുഖവുമായി പതുക്കെ കണ്ണുകൾ തുറക്കുക. എല്ലാവരും പുഞ്ചിരിച്ച മുഖവുമായി കണ്ണുകളൊന്ന് തുറക്കുക. നിങ്ങൾക്കെല്ലാം സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതമാണുള്ളത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ വിശ്വാസം നിലനിർത്തേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടത്. സമൃദ്ധമായ ഒരു കൃതജ്ഞത. ഇതിൽ നന്ദിയും പറഞ്ഞു, പ്രാർത്ഥനയുമായി എല്ലാത്തിനോടും നമ്മൾ നന്ദി പറഞ്ഞു. ഇങ്ങനെ മാത്രമേ നമ്മളിലേക്ക് മണി, അതിനെ സ്നേഹിക്കുന്നിടത്തേക്ക് മാത്രമേ അവൻ വരുള്ളൂ. അത് നമ്മൾ പ്രകടിപ്പിക്കണം, പ്രപഞ്ചത്തിലേക്ക് കൊടുക്കണം. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നടന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിച്ചു അല്ലെ? പൂർണ്ണ പുഞ്ചിരിയോട് കൂടിയുള്ള നല്ലൊരു പോസിറ്റീവ് എനർജി. ഇതെന്നും രാവിലെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതിനു വേണ്ടി ചെലവഴിക്കും. പണത്തെ പറ്റി, സമ്പത്തിനെ പറ്റി തന്നെ ആലോചിച്ച് ചെലവഴിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇന്നത്തെ കാര്യം പറയും. രണ്ടാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ് അക്നോളജ്മെന്റ് എന്ന് പറയും. എന്താണ് മൈൻഡ്ഫുൾനെസ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്? ഇന്നലെ മൈൻഡ്ഫുൾനെസ് പറ്റി ഞാൻ പറഞ്ഞു. മൈൻഡ്ഫുൾനെസ് അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രതിദിനം നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ കഴിവുകൾ, അതിനെയൊക്കെ നമ്മൾ അന്ന് അംഗീകരിക്കുക. എല്ലാ ദിവസവും നമ്മൾ പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ? നമുക്ക് ചില കാര്യങ്ങളെല്ലാം ചില ദിവസങ്ങൾ ലഭിക്കും. എന്താണ്? ചിലപ്പോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ഐഡിയ നമ്മളെ മനസ്സിൽ വരുന്നത്. അതിനെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നു. അത് അന്നേരം വർക്ക് ചെയ്യുന്നു കരുതും. പല ഐഡിയകൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, എന്താ പറയാ, മണിയുമായി ബന്ധപ്പെട്ടുവാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ആവാം, അല്ലെങ്കിൽ ഒരു റീറ്റെയിലിംഗ് ആവാം. അങ്ങനെ മണിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ പല പല ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഒരു കഴിവ് അവിടെ പ്രകടമായതാണ്. അത്തരം കഴിവുകൾ പ്രകടമായതിനെ ഒന്ന് അക്നോളജ് ചെയ്യുക. ശരിയാണ്, ഇത് എനിക്കുണ്ടല്ലോ, ഇനി ഇത് ഉപയോഗിച്ചോളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ, പുള്ളിക്ക് നല്ല സെയിൽസ്മാൻ സ്കില്ലാണ്, നല്ല സെയിൽസ്മാൻ സ്കില്ലാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റുമോ? പുള്ളി ഒരു നിമിഷം കൊണ്ട് ആ സാധനം 5 മിനിറ്റ് കൊണ്ട് വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു, അതങ്ങ് ഡീല് ക്ലോസ് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ വിൽക്കും. കാരണം എനിക്ക് വാക്ക് ചാതുര്യം ഭയങ്കരമാണ്. എനിക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത് ചിലവർക്കുള്ള കഴിവാണ്. എല്ലാവർക്കും ആ കഴിവുണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും. ആ കഴിവിനെ കണ്ടെത്തണം. കാശുണ്ടാക്കാനുള്ള കഴിവല്ല. നമ്മളിപ്പോ ഡ്യൂട്ടി ചെയ്തിട്ട് മാത്രമേ പൈസ ഉണ്ടാക്കുമെന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും പാസീവ് ഇൻകം നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ? നമുക്ക് പല പരിപാടിയും ചെയ്യാം. ഡ്യൂട്ടി ഇപ്പൊ 6 മണിക്കൂർ 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്ര സമയം നമുക്ക് ബാക്കിയുണ്ട്? നമുക്ക് എന്തൊക്കെ പരിപാടിയിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും? സമ്പത്ത് സത്യസന്ധമായിട്ട് തന്നെ. ഇപ്പം ഓൺലൈൻ പരിപാടികൾ നടത്താം, ആമസോൺ സെയിൽ ചെയ്യാം, മൊബൈലിൽ നിങ്ങൾക്ക് 4 സാരി മേടിച്ചു വന്നിട്ട് വാട്സപ്പിന് സ്റ്റാറ്റസ് ആക്കി 4 സാരി വിൽക്കാൻ പറ്റും. അങ്ങനെ എന്റെ ഐഡിയ ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കഴിവുകളെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനോടുകൂടി അക്നോളജ് ചെയ്യണം. വെറുതെ അക്നോളജ് ചെയ്ത കാര്യമില്ല. അതിന് ശരിക്കും മനസ്സിലാക്കിയിട്ട് സമൃദ്ധമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കണം.
ഇതാണ് മൈൻഡ്ഫുൾനെസ് അക്നോളജ് പറഞ്ഞത്. ഇതൊരു ശീലമാണ്. ആ ശീലം ഉണ്ടാകുമ്പോൾ ആ ശീലം നമ്മൾ കൊണ്ട് എന്താ ഗുണം ഉണ്ടാകുക വെച്ചാൽ അതിലൂടെ നമ്മുടെ മനോബലം വല്ലാണ്ട് കൂടും. നമുക്കിത് ചെയ്യാനും നമുക്കിത് നേടാനുമുള്ള മനോബലമാണ് അവിടെ കൂടുന്നത്. അത്തരം മനോബലത്തിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കയറ്റി 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 കൊണ്ടുപോവുക. ആർക്കാ കഴിവില്ലാത്ത ഇവിടെ? എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ ആ കഴിവിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലോ? അത് കഴിവുണ്ട്, ആ കഴിവിനെ സമ്പത്താക്കി മാറ്റാൻ ശ്രമിച്ചാലോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ചില കഴിവുകളെ സമ്പത്താക്കി മാറ്റാൻ നമുക്ക് പറ്റണം. വെറുതെ നടന്നുകൊണ്ട് കാര്യമില്ല. വെറുതെ നടന്ന ഒന്നും നടക്കില്ല. പോയ വഴിയെ പുല്ല് മുളക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ പണ്ട്? അത് ഈ വെറുതെ നടക്കുന്നവര് കാര്യം. അവർ പോയ വഴി പിന്നെ ഒന്നുമില്ല അവിടെ, ബാക്കിയൊന്നും വെച്ചിട്ടില്ല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കയ്യൊപ്പുകൾ ചേർത്ത് വെച്ച് പോകേണ്ടവരാണ്. എവിടെ പോകുന്നു അവിടെയൊക്കെ കയ്യൊപ്പുകൾ ചേർത്ത് വെച്ച് പോകണം. അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് അക്നോളജ്മെന്റ്. ഇനി മൂന്നാമത്തെ കാര്യം കൂടി നമ്മൾ ഇന്ന് പറഞ്ഞു പോകാം. എല്ലാ ദിവസവും മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചിലപ്പോൾ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറയുന്നു, നിങ്ങൾ അതെല്ലാം പുസ്തകത്തിൽ എഴുതണമെന്നില്ല. അതിന് പറയുന്ന പേരാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എന്താണ് ജേർണലിംഗ്? എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കണം. നല്ലത് മാത്രം, നമുക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങളെയും എല്ലാ ചീത്ത കാര്യങ്ങളെയും നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ച് അവിടെ കഴിയണം അവസാനം. അപ്പൊ ദിവസവും കാര്യങ്ങൾ എഴുതുക. സമ്പത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്, നിങ്ങളുടെ ബന്ധങ്ങളെ സംബന്ധിച്ച്. ഇത് മൂന്നാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്. എഴുതി വെക്കുക സംഭവിച്ചൊക്കെ. എത്ര പേരുണ്ട് ഇവിടെ അവരവരെ ചെലവുകൾ എഴുതി വെക്കുന്നവര്? ബാക്കിയൊന്നും ജേർണലിംഗ് പോട്ടെ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചെലവ് നിങ്ങൾ എഴുതി വെക്കുന്ന എത്ര പേരുണ്ട്? വരുമാനം ഫിക്സഡാണ്, ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഫിക്സഡാണ്, അതാരും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി കിട്ടുന്ന സാധനം. അത് നമ്മൾ എഴുതി വെച്ചിട്ടല്ല കിട്ടുന്നത് കേട്ടോ. മറ്റേതോ ഒരുത്തിന് എഴുതി വെച്ചിട്ട് അവൻ തരുന്നതാ. നമുക്കിപ്പോഴും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ചെലവോ? ചെലവ് കുറെ ചെലവാകും സാറേ. എത്രയാ? അത് കിട്ടുന്നതിൽ കൂടുതൽ ചെലവോ? കിട്ടുന്നതിൽ കൂടുതൽ ചെലവോ? യഥാർത്ഥ ചെലവ് തന്നെയല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ളതാണ്. ഈ മൂന്ന് കാര്യം കൃത്യമായി ജേർണൽ ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യാവസ്ഥ, നിങ്ങൾക്ക് പനിയോ ജലദോഷമോ വരുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ വിഷയം എന്നൊക്കെ കൃത്യമായി എഴുതി വെക്കുക. വരവ് എഴുതി വെക്കുക. എങ്ങനെ കൂട്ടാമെന്നതിനെ പറ്റി ചിന്തിക്കുക. സമ്പത്ത് വെറുതെ വരുമെന്നൊന്നുണ്ടോ? നിങ്ങൾ ആരും മാനിഫെസ്റ്റ് ചെയ്ത വെറുതെ ഇവിടെ ഇരുന്നിട്ട് ഓം ഹരിശ്രീ കുട്ടിച്ചാത്തായ നമഃ എന്ന് പറഞ്ഞ പൈസ വരുമോ? അങ്ങനെയൊന്നും സമ്പത്ത് വരില്ല. സമ്പത്ത് കനോട്ട് നോട്ട് കം ലൈക്ക് ദിസ്. ഒരു മാജിക്കും ഇല്ല. ഞാൻ പണ്ട് ഒരു റെക്കോർഡായതുകൊണ്ട് പറയുന്നത്, എന്നാലും പറയുന്നു. പണ്ട് ചെറുപ്പത്തില് ഇങ്ങനെ ഈ പേപ്പറിലൊക്കെ പരസ്യം കാണില്ലേ, കുട്ടിച്ചാത്തൻ സേവ, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നല്ലേ കുട്ടിച്ചാത്തൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ 10ാം ക്ലാസ് 8ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്നത് ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ ഭയങ്കര പാടല്ലേ, പഠിക്കാൻ നമുക്ക് ടെൻഷനല്ലേ. എന്നാൽ ഒരു കുട്ടിച്ചാത്തൻ സേവ ചെയ്തിട്ട് ആ പഠിച്ച എക്സാമിനൊന്ന് പാസ്സായിക്കൂടെ? അങ്ങനെ ഞാൻ അവർക്ക് കത്തെഴുതി, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ചെറിയ കുട്ടികളെ, അപ്പൊ അത്രയും വലിയ ചിന്ത ഒന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, കുട്ടിച്ചാത്തൻ സേവ ഒരു പൂജ ചെയ്തിട്ട് എനിക്ക് സ്കൂളിൽ എക്സാമിൽ പാസ്സാവാനുള്ള ഒരു ഇത് പറഞ്ഞു തരണം. എന്തായാലും രസമല്ലേ? ഇപ്പൊ അതൊക്കെ ചിരി വരും നമുക്കല്ലേ. പക്ഷെ അങ്ങനെ ഇപ്പോഴും നിങ്ങൾക്ക് നമുക്കൊക്കെ ഇപ്പൊ ചിരി വരും. പക്ഷെ ചിരി വരാത്തൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്ധവിശ്വാസത്തിൽ, അനാചാരത്തിൽ മുങ്ങി നീരാടി നിൽക്കുന്നവർ ആൾക്കാർ. കുട്ടിച്ചാത്തൻ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പരീക്ഷ പാസ്സാവും? അങ്ങനെ ഉണ്ടോ? പാസ്സാവും. അങ്ങനെയൊന്നുമില്ല. കുട്ടിച്ചാത്തൻ പൂജ ചെയ്തു എന്നുള്ള വിശ്വാസം അവനിൽ വരുമ്പോൾ, അല്ലാതെ കുട്ടിച്ചാത്തൻ പൂജയല്ല. കുട്ടിച്ചാത്തൻ പൂജ എന്ന് പറഞ്ഞ സംഭവം അല്ല. കുട്ടിച്ചാത്തൻ ഏതായാലും ഇത് ശത്രു സംഹാര പൂജ ചെയ്യാൻ പോകുന്ന പോലെയാണ്. എന്താണ് ശത്രു? അടുത്ത വീട്ടിലെ ചേച്ചിയുടെ കൈ ഒന്ന് ഒടിഞ്ഞു പോട്ടെ, ശത്രു സംഹാര പൂജയാണ്. പിന്നെ ദൈവം, അവനും നമുക്കുള്ള ദൈവം ഒരാൾക്ക് വേണ്ടിയിട്ട് ശത്രു സംഹാര പൂജ ഏറ്റെടുക്കുകയല്ലേ, അയാളെ കൈ ഒടിക്കാനായിട്ട്. ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആൾക്കാരെന്നേ. ഇപ്പോഴൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇതൊന്നും ഒരു മാറ്റവും വന്നിട്ട്. നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? വിഷയം നമ്മൾ എല്ലാ ദിവസവും കൃതജ്ഞതാ ജേർണലിംഗ് ചെയ്യുക, എഴുതുക, മറക്കാതെ ചെയ്യുക. 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എന്താണ്? കൃതജ്ഞതയും പ്രകടിപ്പിക്കുക, ഫീൽ ചെയ്യുക, അറിയുക, സമൃദ്ധമായി നമ്മൾ ആലോചിക്കുക, അനുഭവിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ മൈൻഡ്ഫുൾനെസ് അക്നോളജ് ചെയ്തതിനൊക്കെ അക്നോളജ് ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ അക്നോളജ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ഓരോ കഴിവുകളും നമ്മുടെ വസ്തുക്കളൊക്കെ നമ്മൾ അംഗീകരിക്കുക, അതിന് ആസിറ്റീസ് അംഗീകരിക്കുക. ഇപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ അക്നോളജ്, ഞാനൊരു ചോദ്യം ചോദിക്കാം എളുപ്പത്തിൽ.
ഇതിൽ ഏറ്റവും സമ്പത്ത് കുറഞ്ഞു എൻ്റെ സമ്പത്ത് കുറവാണ് എന്ന് കരുതുന്ന ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ സമ്പത്ത് കുറവാണ്. ഞാനത് റിയലായിട്ട് പറഞ്ഞ ഒരു ടെസ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പത്ത് കുറവാണ് എന്ന് തോന്നുന്ന ഇതിനെ നമുക്ക് കൂട്ടാനുള്ള ഒരു ടെക്നിക്ക് എടുക്കാൻ വേണ്ടി കേട്ടോ. എൻ്റെ കയ്യിൽ സമ്പത്ത് കുറവാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത് എനിക്കില്ല, അങ്ങനെ പറഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത് എനിക്കില്ല. ഓക്കെ, ഫൈൻ. ഒരാൾ ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത്. ഇവിടെ ഡിഫറൻസ് രണ്ടും, ആദ്യം പറഞ്ഞതും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ. ഒന്ന്, ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്തില്ല, അപ്പോൾ നമ്മുടെ ആഗ്രഹം വലുതാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ദാറ്റ്സ് ഗുഡ് തിങ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിങ്ങൾക്കുള്ള, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് 1 കോടി രൂപ വില മതിക്കുന്നതാണെന്ന് കരുതിക്കും. വെൽത്ത് മൊത്തത്തിൽ 1 കോടി ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നില്ല, 1 കോടി വില മതിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് എന്ന് കരുതിക്കും. ആണല്ലോ, അത് ഓക്കെ. പറയുന്നത് എത്രയുണ്ട്? 1 കോടി. ഫോർ എക്സാമ്പിൾ 1 കോടി രൂപയുടെ സമ്പത്ത്, അതിന് കൂട്ടാട്ടോ. 10 കോടി വെക്കണം, 10 കോടി വെക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന 10 കോടിയാണ്, 10 കോടി രൂപയുടെ സമ്പത്ത്. അങ്ങനെയാണ്, 10 കോടി എടുക്കാം, കുറച്ചും കൂടി. 10 കോടി രൂപയുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു, ഒരു ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തിന്റെ വാല്യൂ പറഞ്ഞു. മണി അല്ല കേട്ടോ, മണി മാത്രമല്ല, മൊത്തത്തിലുള്ള സമ്പത്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വത്തുക്കളും വകകളും സ്വർണ്ണങ്ങളും പണ്ടങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഏകദേശം എത്ര കോടി രൂപ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ? ഇപ്പൊ ഇത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്നത്ര എൻ്റെ ഇല്ല എന്ന് പറഞ്ഞവരോട് ആണ് ചോദിക്കുന്നത്. ആരുമില്ലേ ഒരു ഫിഗർ പറയാൻ? ഒരു ഫിഗർ പറയാൻ ആരുമില്ലേ? സിനി എന്ന് എഴുതിയ എത്ര കോടിയാണ് സിനിയുടെ ആഗ്രഹം, സമ്പത്തിന്റെ വാല്യൂ? ടൈപ്പ് ചെയ്താൽ മതി. എന്താ, അതാരും കാണില്ല, ടൈപ്പ് ചെയ്തോ. 10 കോടി ഞാൻ പറഞ്ഞല്ലോ. 10 കോടി നിങ്ങൾക്ക് വേണമെന്നാണ് ആഗ്രഹം, അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? ഇത് ശരിയല്ലേ? കറക്റ്റ് തന്നെല്ലാം ആണല്ലോ. യെസ് ഓർ നോ? കറക്റ്റാണ്. 10 കോടിയാണ് നിങ്ങളുടെ ആഗ്രഹം. 10 കോടി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? പത്ത് കോടി ആഗ്രഹിക്കുന്നവര് ആ ആ വരട്ടെ വരട്ടെ. 1 കോടി രൂപയാണോ പ്രസീത? അല്ല 1 കോടി, ഇപ്പൊ 1 കോടിയുടെ സ്വത്താണോ? മൊത്തത്തിൽ കൂടിയിട്ടാണോ? ഓക്കെ ശരി, ഓക്കെ ശരി ശരി, കറക്റ്റ്. ഓക്കെ, ഞാൻ അവിടെ മതി, എന്തായാലും മതി. ഓക്കെ ഫൈൻ. നിങ്ങൾ എന്നെ ഒന്നിച്ചു മണി ആൻഡ് ഗോൾഡ് എല്ലാം കൂടി 1 കോടി. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് തീരുമാനിച്ചു. 1 കോടി വേണമെന്ന് പറഞ്ഞു, 15 ലക്ഷം വേണമെന്ന് പറഞ്ഞു, 10 കോടി വേണമെന്ന് പറഞ്ഞു, ഒക്കെ ആണല്ലോ. ഒരു നിമിഷം നിങ്ങളെ പിന്നും പേപ്പർ ഉണ്ടല്ലോ ബുക്കിന് മുൻപില്, ഒന്നിപ്പോ എഴുതിയോ നിങ്ങളിൽ എത്ര രൂപ ഉണ്ടെന്ന്, ഇപ്പോൾ ഉള്ള സമ്പത്തൊന്ന് എഴുതി. സമയം 10 കോടിയോളം ഉണ്ട്. കണ്ണ് അല്ല, അതല്ല മാം, അതല്ല ഞാൻ ചോദിച്ചത്. നോർമലി സാർ, അങ്ങോട്ട് വേണ്ട. സ്വർണം, വളകള്, സ്വർണം, പണ്ടങ്ങള്, സ്വത്തുക്കൾ നിങ്ങളൊക്കെ ആയിട്ടുള്ളത് എത്ര കോടി ഉണ്ട് വാല്യൂ എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? നിങ്ങൾ എഴുതിയാൽ മതി. ഈ 10 കോടി നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 1 കോടി വേണമെന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ നിലവിൽ എത്രയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാൽക്കുലേഷൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ കാൽക്കുലേഷൻ എടുക്കുകയാണ്. നമുക്ക് എത്ര ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത എത്ര വേണമെന്ന് പറയാം. ഓക്കെ, നോക്കൂ, ഒരാളെ മാത്രം എക്സാമ്പിൾ എടുക്കാം. 15 ലക്ഷം വേണമെന്ന ആഗ്രഹം, ആളെ കയ്യിൽ 6 ലക്ഷം ഇപ്പോൾ ഉണ്ട്, അല്ലേ? ആ 6 ലക്ഷത്തിന് വെച്ച് ഡെയിലി ഒന്ന് അടുത്തൊരാഴ്ച കുറച്ച് ദിവസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒന്ന് ഫീൽ ചെയ്ത് നോക്കി. 6 ലക്ഷത്തിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉള്ള 6 ലക്ഷത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? അതിൽ നിങ്ങൾ സമൃദ്ധി അനുഭവിക്കുന്നുണ്ടോ? കുറച്ചെങ്കിലും, ഫുള്ളില്ല, 50%. ഇപ്പൊ 15 ലക്ഷമാണ് വേണ്ടതെങ്കിൽ 6 ലക്ഷം ഉണ്ടാകുമ്പോൾ പകുതി, ഏകദേശം പകുതിയോളായി, അല്ലേ? പകുതിയോളത്തിന്റെ സമൃദ്ധി നമുക്കുണ്ടോ? അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടോ? അതിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ?
എന്നാൽ ആ നന്ദി അങ്ങ് കൂട്ടി കൂട്ടി പോയാൽ മതി മറ്റേതിലെത്താനായിട്ട്, അല്ലെങ്കിൽ എത്തില്ല. ഉള്ളതിൽ എത്ര പരാതി പറയുന്നുണ്ട് നോക്കാം. ഈ വള കുറേ പഴയതാണ്, എത്ര കാലമായി ഞാൻ ഇതന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. ഈ മാല, അയ്യോ ഇത് പണ്ടെന്റെ അപ്പം മേടിച്ചെന്ന മാല, ഇതുവരെ ഇത് മാറ്റിയിട്ടില്ല, എന്നിട്ട് അതേ മാല ഇടും അല്ലേ. ഇത് ചെയ്യാറില്ലേ ഓരോ കാര്യം ചെയ്യുമ്പോഴും? അപ്പോൾ ആ മാലക്ക് നിങ്ങളോട് എത്രത്തോളം താല്പര്യം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാളെ കൂടെ വരുന്ന ഒരാൾ, എന്ന് നിങ്ങൾ കൂടെ വരുന്ന ഒരാൾ പറയണം, ഇവരെന്നും എൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്തിനാ ഇവൻ എൻ്റെ കൂടെ വരുന്നത്, ഒരാളെ മാർഗിന് കൊന്നു നേരാവൂല്ല എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ നിങ്ങൾ കൂടെ വരുമോ? വരില്ല. ഇപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾക്ക് നമ്മളെ കയ്യിലുള്ള സാധനത്തിന് നമ്മൾ വഴക്ക് പറയുന്നു. നമ്മൾ കാശില്ല, എപ്പോ നോക്കിയാലും എൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല, ഇങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്. ആവശ്യത്തിനാകുമ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ. എന്നും ശമ്പളം കിട്ടിയാൽ തികയത്തില്ല എനിക്ക്, ഇങ്ങനെ പരാതി പറയുന്ന എത്ര പേരുണ്ട്. അങ്ങനെ പരാതി പറയുന്ന ആൾക്കാർക്ക് കാശുണ്ടാവുമോ? അവരിൽ വരാൻ പറ്റുമോ? അതിന് നമുക്ക് വേണ്ടത് എന്താണോ അതിൽ നിന്നും എത്ര നമ്മളിൽ ഇപ്പോഴുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം. ആദ്യം നമ്മൾ അറിയണം നമുക്ക് ഇത്ര വേണം, അത് ശരിയാണ്, അതിന് തെറ്റില്ല, അത് ലക്ഷ്യം കറക്റ്റായി നമ്മളിൽ വേണം. അപ്പോൾ ഇപ്പോൾ നമ്മളിൽ എത്ര ഉണ്ട് മൈനസ് ഇനി എത്ര വേണം, ഈ കാൽക്കുലേഷനിലാണ് നമ്മൾ സമൃദ്ധി അനുഭവിക്കുന്നത്. എൻ്റെ ഇത്ര ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് അത്രയാണ്, ഇത്ര സമയം കൊണ്ട് ഞാൻ ഇത്ര ഉണ്ടാക്കിയല്ലോ. ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആവുന്ന സമയത്ത്, എപ്പോഴും നമ്മളിപ്പോ പലപ്പോഴും പല സമയത്തും ബിസിനസ് മറ്റായിട്ട് ചിലപ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആയി പോകും. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ വൈഫിനോടൊരു, നിങ്ങൾ എന്തിനും ടെൻഷൻ അടിക്കുക, നിങ്ങൾ ഈ സമയം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ എത്രയും കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ ചെയ്തിത്ര ആരാ ചെയ്തിട്ടില്ല, നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചെത്രണ്ട്. എന്നിട്ട് പുള്ളി എന്റെ ലീസ്റ്റ് പറയും, ഞാൻ ഉണ്ടാക്കി എന്റെ സ്വത്തിന്റെ ലീസ്റ്റ് അങ്ങ് പറയും. അപ്പൊ ഞാൻ പറയാ, ഇതൊന്നും ഇപ്പൊ പറയണത് അല്ല, നോക്കൂ, നിങ്ങൾ അതിന്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കൂ, പിന്നെ നിങ്ങൾ എന്തിനും ഡൗൺ ആവുന്നേ. അത് നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു ചാർജ് ഉണ്ടല്ലോ, നമ്മൾ റിസൈലൻസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ അടുത്ത അമ്പയിക്കുന്ന പോലെ എഴുന്നേറ്റ് വരും. ആഹാ, പിന്നെ എന്നോടാണോ കളി, ആരോടാ, എന്നോടാണോ കളി. ഇത് ഉണ്ടാക്കണത് നമ്മളിൽ ഉള്ളതിനെ അനുഭവിക്കണമെന്നേ. നമ്മളുള്ളതിനെ പറഞ്ഞുകൊണ്ട്, നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് അനുഭവിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും പറയും ഞാൻ, എന്തെങ്കിലും ആവശ്യം, എന്താ ജീവിതം എല്ലാം നേടാൻ പറ്റും, ആ പറ്റാത്തൊരു കാര്യമില്ല. ഇതാരോ ദിനേശനല്ലേ, ദിനേശ് നേടാൻ പറ്റാത്ത കാര്യമുണ്ടോ? മറ്റാരോടും പോയി പറയില്ല കേട്ടോ, നിങ്ങളുടെ റെക്കോർഡിൽ പറഞ്ഞ പോലും കേൾക്കണ്ട. ഞാൻ മറ്റാരോടും പോയി ദിനേശ് നേടാൻ പറ്റുന്ന കാര്യമൊന്നും പറയുന്നില്ല, ഞാൻ സെൽഫായിട്ട് പറയും. ഇതിങ്ങനെ പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ സമൃദ്ധിയുടെ ഫീലിങ്സ്. നമ്മൾ എപ്പോഴും അനുഭവിക്കണം. ചെറുത് നമുക്ക് ആവശ്യമില്ലാത്തതിലേക്ക് പോവരുത്. നമ്മൾ എപ്പോഴും പുതിയ വലുതിനെ പറ്റി മാത്രം ചിന്തിക്കുക, മുകളിലോട്ട് മാത്രം പോവുക. അതിന് കുറേ പ്രൊസീജിയർ ഉണ്ട് കേട്ടോ, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കും. എന്തൊക്കെ നിങ്ങൾ മാറണമെന്നറിയോ? വസ്ത്രാധരണം, നമ്മുടെ കയ്യിലെ വസ്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും. റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. പുവർ മൈൻഡ് സെറ്റ് ആൻഡ് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ഉണ്ട് നമുക്ക്. ഈ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളിടത്ത് മാത്രമേ മണി വരുള്ളൂ, മണിക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഉദാഹരണം, ഇതെല്ലാം ഞാൻ പേഴ്സണലായിട്ട് ഉദാഹരണം എടുത്തു പറയാം. നിങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോവുകയാണെന്ന് കരുതിക്കോ, വിരുന്നിനാണ് പോകുന്നത്. ഫ്രണ്ടിന് 2 വീടുണ്ട്, ഒന്ന് പഴയ വീട്, ഒന്ന് പുതിയ വീട്. നിങ്ങൾ എന്താ അവിടെ താമസിക്കാൻ പോവാണ്, നിങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുക? പുതിയ വീട് എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിയും വെടിപ്പും നല്ല കൃത്യവും അടിച്ചു ഒതുക്കി നല്ല കൃത്യമായി ഉള്ള ഒരു വീടും, ഒന്ന് ഇങ്ങനെ അഴുകിയിട്ട ഒരു വീടും. ഇതിലേത് വീട്ടിൽ നമ്മൾ പോയി താമസിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, ഏത് വീട്ടിലാണ് നമ്മൾ താമസിക്കുക? 2 ഫ്രണ്ടിന്റെ വീട് തന്നെയാണ്, ഏതിൽ നിന്നാലും ഭക്ഷണമൊക്കെ അവനിടയാക്കി തരും, അവരുണ്ടാവും ഒക്കെ ഉണ്ടാവും. ഏത് വീട്ടിലാണ് നമുക്ക് താമസിക്കാൻ തോന്നുക? ടൈപ്പ് ചെയ്തേ. ഇതെല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. ഇതിങ്ങനെയാണ് ജീവിതവും മണിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത്. കണ്ടോ, എല്ലാവർക്കും താമസിക്കാൻ ആഗ്രഹമുള്ള എന്താണ്? നല്ല അടുപ്പും എന്താ പറയാ, വൃത്തിയുള്ള വെടിപ്പുള്ള വീട്ടിൽ തന്നെയാണ്. സ്വാഭാവികമാണ് അല്ലേ? ആരെങ്കിലും പോവോ താഴെക്കടലിലെ വീട്ടിലേക്ക്? അപ്പൊ പിന്നെ മണി എങ്ങനെ വരുന്നു വൃത്തിയില്ലാത്തൊരുത്തേക്ക്? അതിനെ റെസ്പെക്ട് ചെയ്യുക, നല്ല വെൽ ഡ്രസ് ചെയ്ത് വെൽ പ്രസന്റ് ചെയ്ത് നന്നായി നിൽക്കുന്ന ഒരാളെടുത്താണോ മണി വരിക? അല്ലെങ്കിൽ ഇങ്ങനെ പഴയ ഒരു
തുണിയൊക്കെ കൊടുത്ത് ഒരു അടുക്കും ചുറ്റുമില്ലാതെ നിൽക്കുന്ന ഒരു വീട്ടിലേക്കായിരിക്കും മണിക്ക് വരാൻ താല്പര്യം ഉണ്ടാവുക. സ്വാഭാവികമായും മണി ഈസ് എനർജി അല്ലേ, നമ്മളെപ്പോലെ തന്നെ ഒരു എനർജി അല്ലേ ഇതും. അതിനും അങ്ങനെയല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനാണ് നമ്മൾ സാധാരണ പണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ നിങ്ങൾ പറയും ചിയോതി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ നമ്മള് ഒരു ഏതോ മാസം തന്നെയാണ്, എനിക്ക് ഏത് മാസം എന്നുള്ള ഓർമ്മയില്ല ഇപ്പോ. ചിയോതി വിളക്ക് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ പേരെന്താ എനിക്ക് മനസ്സിലായി. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഈ പടിയും മേല് ഈ വരക്കുമായിരുന്നു, ചിത്രം വരെയൊക്കെ ചെയ്തു. ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. അത് രണ്ട് മൂദേവിയും പിന്നെ മറ്റൊരു ദേവി ഉണ്ടല്ലോ, മൂദേവിയും ചീദേവിയും, അങ്ങനെ എന്തോ പേര് എനിക്ക് കൃത്യം മറന്നുപോയി പെട്ടെന്ന്. അതായത് ഒന്ന് സമൃദ്ധിയുടെ ആളാണ്, ഒന്ന് മൂദേവിയും ശ്രീദേവിയും. മൂദേവിയും ശ്രീദേവിയും. അത് തന്നെ. ഒന്ന് സമൃദ്ധിയുടെ ആളാണ്, ഒന്ന് മറ്റേ തന്നെ. അപ്പം നമ്മൾ ശ്രീദേവി വരുത്താനായിട്ട് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി വെളിപ്പാക്കി വിളക്കൊക്കെ കത്തിച്ച് കൃത്യമായി കർക്കിടക യെസ്, കർക്കിടക മാസം. കർക്കിടകം പഞ്ഞമാസം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ അങ്ങനെ ചെയ്യുന്നത്. പഞ്ഞമാസം മാറി ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമുക്കതൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ ആരും അതൊക്കെ ചെയ്യുന്ന, ആര് ചെയ്യാം? കർക്കിടകത്തിലാണ് ഇപ്പൊ കമ്പൽ സമൃദ്ധി ആൾക്കാർ ഉള്ളവരുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പോ ഞാനത് ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസ്കാരത്തിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് എവിടെയാണോ സമ്പൽ സമൃദ്ധി വേണ്ടത് അവിടെ നല്ല വൃത്തിയും പഠിപ്പും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ക്ലാസ് എടുക്കാൻ നിങ്ങളോട് ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു സാധാരണ ടീഷർട്ട് ഇട്ട് വന്നാലും എനിക്കിവിടെ ക്ലാസ് എടുക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ആർക്കും എന്നെ അറിയാത്ത പുതിയ ആൾക്കാർ ആരുമില്ല അല്ലേ. ലൈറ്റ് ഒന്നുമില്ല, സാധാരണ ഒരു അന്ധകാരത്തിൽ ഇരുന്നാലും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്തിനായിട്ട് ഞാൻ ഈ കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്? ഇത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആണ്, നമ്മുടെ വാല്യൂ ആണ്, മൂല്യമാണ്. ആ മൂല്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. ഇതേപോലെ അത് എങ്ങനെയാണെന്ന് വരുന്നത് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ പ്രസന്റ് ചെയ്ത്, ഇത്രയും നന്നായി പ്രസന്റ് ചെയ്ത് ഇങ്ങനെ കോട്ട് ഇട്ട് വന്ന് ഇരിക്കുന്ന ഒരാൾ ഞാൻ എടുക്കുന്ന ക്ലാസ്സിന്, സാധാരണ ക്ലാസ്സിനേക്കാളും നിങ്ങൾ ആ ഒരു ക്ലാസ്സിന് വരുന്ന ആൾക്ക് 2000-3000 കൂടുതൽ തരാൻ തോന്നും. കാരണം ആ വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന വാക്കിന് ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് മണി എന്ന് പറയുന്നത്. ഇങ്ങനെയേ മണി വരുള്ളൂ. ഞാൻ നേരെ പറഞ്ഞില്ലേ, വെള്ളം കുടിക്കാൻ നമ്മൾ രാത്രി പറഞ്ഞില്ലേ, ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും വെള്ളം കിട്ടും, സാധാരണ കടയിൽ പോയാലും വെള്ളം കിട്ടും. അപ്പൊ നമ്മൾ വാല്യൂ അവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് മണി വേണോ, നമ്മൾ മണി കൊടുക്കണം, വാല്യൂ കൊടുക്കണം. ആ മണിക്ക് വാല്യൂ കൊടുത്താൽ മാത്രമല്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. നമ്മൾ നിലവിലുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സമൃദ്ധമായി ചിന്തിക്കുക, സമൃദ്ധി ഉണ്ടാവുക, മൈൻഡ്ഫുൾനെസ് അക്നോളജ്മെന്റ് ചെയ്യുക, എല്ലാത്തിനെയും നന്നായിട്ട് അക്നോളജ് ചെയ്യുക, വ്യക്തമായി അറിവോടുകൂടി അക്നോളജ് ചെയ്യുക, ജേർണലിംഗ് ചെയ്യുക. കൃത്യമാണല്ലോ. ഇത്രയും പോയിന്റ് ഇന്ന് മതിയല്ലോ. ബാക്കി നമുക്ക് നാളെ പഠിക്കാമല്ലോ അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംസാരിക്കണം, ആൾക്കാർ ചോദിക്കണം. അപ്പൊ ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. ഡൗട്ടുള്ളവർ ചോദിച്ചാൽ, എന്തെങ്കിലും നിങ്ങൾ ഇത്രയും കേട്ടതിന് ഡൗട്ട് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കേട്ടത് കൊണ്ട് അർത്ഥമുള്ളൂ. ഓക്കെ, ഡൗട്ട് ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയമാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അട്രാക്ട് ചെയ്യാനേ സാറേ. സാറേ മണി അട്രാക്ട് ചെയ്യാനേ കേക്കണ 5 സെൻസ് ഉപയോഗിച്ച് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ? 5 മനസ്സിലല്ലേ? 5 എന്താ പുള്ളി പറഞ്ഞത്? 5 സെൻസോ എന്താണ് പറഞ്ഞത്? 5 സെൻസ് ഉപയോഗിച്ച് 5 സെൻസ് ടച്ച്, അങ്ങനെ ഇതൊക്കെ ഇല്ലേ, സൈറ്റ്, മണം, ഇങ്ങനെയൊക്കെ ഇല്ലേ 5 സെൻസ്. അതൊരു ടെക്നിക്കാണ്. നിങ്ങൾ മണി എടുക്കുക, മണി ഫീൽ ചെയ്യുന്ന എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഷെയ്ഖിന്റെ കയ്യിൽ ഇപ്പോൾ ഇപ്പൊ 1000 നോട്ടില്ല, 500 ഉള്ളൂ അല്ലേ. 500 നോട്ട് കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? മണി പേഴ്സിൽ നല്ല മടങ്ങാതെ സൂക്ഷിച്ച്, അതായത് ചുരുങ്ങാതെയൊക്കെ വയ്ക്കും. അതിന് റെസ്പെക്ട് കൊടുക്കും. അപ്പോ അതിനനുസരിച്ച് മണി കൃത്യമായി നിങ്ങളിൽ വരും. മണിക്ക് റെസ്പെക്ട് കൊടുക്കണം.
അലസമായി ഇടരുത്. 5 സെൻസ് ഓഫ് വെച്ചാൽ നമ്മളിങ്ങനെ മണിയെ സ്നേഹിക്കുക. ചിലവർക്ക് അത് ഉപയോഗിക്കുന്ന മെത്തേഡ് ആർക്കാന്ന് വെച്ചാൽ മണിയുമായിട്ട് വലിയ റെസ്പെക്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, മണിയുടെ വാല്യൂ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ. മണിയുടെ വാല്യൂ അറിയാത്ത ആൾക്കാർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് സെൻസ് ചെയ്യാനായിട്ട്. തൊട്ടു നോക്കുക, മണത്തു ആ നോക്കുക, ഇങ്ങനെ ശരിക്കും കൺകുള്ളൊക്കെ കാണുക, ഇങ്ങനെ ഒരു ടെക്നിക്ക്. അതൊരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്, ഒരു ടെക്നിക്ക്. അത് പക്ഷെ എല്ലാവർക്കും എന്താ, മണിയെ വെറുക്കുന്നവരുണ്ടല്ലോ, മണിയോട് ഫിയർ ഉള്ളവര്, അവർക്ക് ഒരു കെട്ട് ഓഫ് മണി, ബഞ്ച് ഓഫ് മണി, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കെട്ട് മണി നിങ്ങൾ കയ്യിൽ നിന്നുള്ള വരുന്ന ഇതില്ലേ, അതിൽ ഫിയർ, അത് വരുമ്പോ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും അങ്ങനെ ഫീലിങ്സ് ഉള്ളവരുണ്ടാവുന്നത്. മറ്റവരുണ്ട്, അവർക്ക് കൈവിറക്കും, അങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു കെട്ട് മണിയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, വറച്ചു പോലെ. വളരെ ലോയിലുള്ള ആൾക്കാർക്ക് ഒരു കെട്ട് മണി കൊണ്ട് കൊടുത്താൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അത്. ഓരോ ആളും ഓരോ രീതിയിൽ ചിലർക്ക് പൈസ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റത്തില്ല. ചിലർക്ക് പൈസ നമ്മൾ കൊടുത്താൽ അവരെ കൊണ്ട് പറ്റത്തില്ല, കൈവിറക്കും. കൈവിറക്കും. തീർച്ചയായിട്ടും അത് വളരെ ഭയങ്കര ഇതുള്ള കാര്യമാണ്, ഭയങ്കര ഫിയറുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അറിയണേ ഇത് പറ്റുന്ന. പിന്നെ ഒരു വേറെ ടെക്നിക്ക് ഉപയോഗിക്കുന്ന വെച്ചാല്, ഈ ചില ആൾക്ക് കണ്ടിട്ടുണ്ട്, അവരുടെ കയ്യിൽ കാശ് ഇങ്ങനെ ഒരുപാട് വന്നു പോകും, പക്ഷെ അവർക്ക് അതിനെ ഫീൽ ചെയ്യാൻ അറിയില്ല. അവർക്ക് ആ മണി അവരെ കയ്യിൽ നിൽക്കാത്തൊരു പ്രധാന കാരണം വെച്ചാൽ അവര് ഫീൽ ചെയ്യില്ല മണി. കണ്ട് 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 മതിയായിട്ട് ഫീൽ ചെയ്യാതെ അവർക്ക് പിന്നെ ദാരിദ്ര്യമായിരിക്കും അവസാനം വരിക. മണീനെ അവരിങ്ങനെ കുറെ ഒരുപാട് കളിച്ചു വരുമ്പോഴേ അവർക്ക് വിലയില്ലാതാവും. മണിക്കുള്ള വില, ഒരു വാല്യൂ ഇതാണ്. അതായത് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന സാധനമല്ല അല്ലേ? സന്തോഷം വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ലേ? സന്തോഷം എവിടെയും സുലഭമാണ് എന്നാണ് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സന്തോഷത്തിന് ആരെങ്കിലും വിലയിടാറുണ്ടോ? സന്തോഷത്തിന് വിലയിടാറ്. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ വില. സന്തോഷത്തിന് വലിയ വിലയുണ്ട്, പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മണിക്ക് വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട്, നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആ മനസ്സിലാക്കലിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ. 500 രൂപ നമ്മളിൽ കിട്ടിയാൽ അത് ചെലവാക്കുമ്പോൾ നമ്മൾ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ അറിയണം എന്തിനാണ് ഈ 500-ന് ഈക്വലന്റ് ആയിട്ട് എന്താണ് എന്തിൽ വന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ 500 കൊടുക്കുന്നത്. ആ ഒരു ബോധം നമ്മൾ കൃത്യമായി വന്നാൽ അവിടെ മണി മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഫീൽ ചെയ്യണം. പിടിച്ചു വെക്കരുത്. പിടിച്ചു വെക്കാൻ ഒരിക്കലും പറയില്ല. പിടിച്ചു വെക്കാൻ, അവന് പോവാൻ അനുവദിക്കുക, പക്ഷെ രണ്ട് പ്രാഗിക്കൊണ്ട് പോകാൻ വിടരുത്. ഭംഗി വാക്ക് നന്ദി പറഞ്ഞിട്ട് പോകാം. നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ പറയുന്ന ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ പോക്കറ്റിൽ മണി, ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, പേഴ്സിൽ ഈ ഫീൽ ചെയ്യാനായിട്ട് മണി വെക്കും. എപ്പോഴും ഒരു വലിയ നോട്ട് ഇങ്ങനെ പേഴ്സിൽ വെച്ചിരിക്കും. അത് ഫീൽ ചെയ്യാനായിട്ട്, എന്തെങ്കിലും നമ്മൾ ഡൗൺ ആകുമ്പോൾ അപ്പം എടുത്ത് ഫീൽ ചെയ്യാനായിട്ടാണ് ഇതെടുത്ത്. എൻ്റെ ഉണ്ടല്ലോ, അത്യാവശ്യം എൻ്റെ പൈസ ഉണ്ടല്ലോ, പക്ഷെ ഇത് ചെലവാക്കില്ല. ഇത് ചെലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ടായിട്ട് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ പൈസയുണ്ട്. അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ, അതൊരു നമുക്ക് കരുത്തായിരിക്കും, ഒരു സ്ട്രെങ്ത് തരാനായിട്ട്. എല്ലാവരും പേഴ്സിൽ അങ്ങനെ ഒരു എമൗണ്ട് വെക്കണം. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 500 നോട്ട് മാത്രമേ ഉള്ളൂ, 500 2 3 നോട്ടുകൾ വെക്കണം. എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഡൗൺ ആകുമ്പോൾ അപ്പം എടുത്ത് പറയണം, എൻ്റെ പൈസ ഉണ്ടല്ലോ, ഇവൻ എനിക്ക് വേണ്ടത് കൊണ്ടുതരും. നമ്മുടെ രജനീകാന്തിന്റെ ഒരു സിനിമ പേര് എനിക്ക് പറഞ്ഞു, ഒരു രൂപയിൽ നിന്ന് അവൻ കോടികൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ഈ 1 രൂപയാണ് എൻ്റെ എല്ലാം മുടക്കുന്നത്, ഇതിൽ നിന്നാണ് എന്ത്. ഒരു സിംറ്റമാണ്, ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ ഇത് വെച്ചിട്ട് മണി വരുത്തണം. ശിവാജി ഇങ്ങനെയുള്ള അത് ഒരു ഇതാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നാളെ നമുക്ക് ഇതിന്റെ അടുത്ത തലങ്ങളിലേക്ക് പോകാം. കാരണം ഞാനത് കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ, കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ആൾക്കാർ പെട്ടെന്ന് നാളെ സമ്പത്തിന്റെ മനഃശാസ്ത്രം അല്ലെങ്കിൽ സമ്പത്തിന്റെ എംപവർമെന്റ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അത് വലിയ സംഭവമാണ്. എല്ലാവർക്കും ഇപ്പൊ കൂടുതൽ GPay ആണ് നടക്കുന്നത്. അതുകൊണ്ട് ആരും മണിയെ പറ്റി ചിന്തിക്കുന്നില്ല. അതെങ്ങ് GPay വയ്ക്കുമ്പോ ഇത് എത്ര പൈസ എന്ന് പോലും നോക്കാറില്ല. അവിടെ കാണിച്ചു വിട്ടു. പണി ഉണ്ടാകുമ്പോൾ അത്യാവശ്യം എണ്ണീറ്റെങ്കിലും മുക്കായിരുന്നു. GPay കൊണ്ട്, GPayന്റെ പുതിയ കണക്ക് വന്നിരുന്നു. ബിസിനസ് ഇന്ത്യയിലെ ബിസിനസ് GPay കൊണ്ട് 49% വളർച്ച എന്നാ പറഞ്ഞു. എന്തുകൊണ്ടാണ്?
എന്നാൽ അത്രയും ഒരു ബന്ധവുമില്ലല്ലോ, എത്ര വേണമെങ്കിലും കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. അത് ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു. അത് ഇന്നലെ പറഞ്ഞ ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥയെ പറ്റിയിട്ട്. ഓക്കെ, എനിവേ ഇന്ന് മതിയല്ലേ നമുക്ക്? എല്ലാവരും രാവിലെ മെഡിറ്റേഷൻ പോലെ ഇന്നലെ കാണിച്ച ദൃശ്യവൽക്കരണം, ഇന്ന് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ്, 2 കാര്യങ്ങൾ 2 ദിവസം നമുക്ക് പഠിച്ചു. അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് അത് കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ്. അതിന് ആയിട്ടില്ല. മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിന്റെ പാട്ടാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. മണി മാനിഫെസ്റ്റേഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ അറിയിക്കാം. പിന്നെ മെഡിറ്റേഷന്റെ ക്ലാസ് തുടങ്ങാനുള്ള പരിപാടിയാണ് ഈ മാസം ഇവിടെ തുടങ്ങണമെന്ന് കരുതിയിരിക്കുക. എല്ലാവരും ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തുടങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ്. അത് രാവിലെയാണ് 5:30 ടൈം. മെഡിറ്റേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാവിലത്തെ സെഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എൻ്റെ ആ സമയത്ത് ഞാൻ വേറെ മെഡിറ്റേഷൻ പോകുന്നതാണ്, നിർത്തിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശുഭരാത്രി, ശുഭനിദ്ര.